നമസ്കാരം. സോംജീസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ രീതി കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ ഇല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്നവർ ഹിൻഡൻബർഗ് എന്ന് പറയുന്നതൊരു കൂലി എഴുത്തുകാരുടെ തട്ടിപ്പ് സംഘടനയാണെന്ന്, തട്ടിപ്പ് കമ്പനിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ 1.5 വർഷം മുമ്പ് വളരെയേറെ പിടിച്ചു കുലുക്കിയ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഹിൻഡൻബർഗ്. അന്ന് ഹിൻഡൻബർഗിനെ ആർക്കും അറിയില്ലാത്തത് കൊണ്ടും ഹിൻഡൻബർഗ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അത് വളരെ യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണെന്ന് ഇവിടെയുള്ള കുറേ രാഷ്ട്രീയക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് അതിനത്രയും സ്വാധീനം കിട്ടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള എന്തും വരുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവുക ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥകൾ വെച്ച് എന്നും സംഭവിക്കുന്ന കാര്യമാണ്. അതേ കഴിഞ്ഞ തവണയും സംഭവിച്ചുള്ളൂ. ഇന്നും സംഭവിച്ചത് വേറൊരു തരത്തിലാണെന്ന് മാത്രം. മാർക്കറ്റിൻ്റെ രീതി കണ്ടിട്ട് തന്നെ ഇന്നലെ തന്നെ എല്ലാവർക്കും ഇതിൽ ബന്ധപ്പെടുന്നവരധികം പേരും തന്നെ പ്രവചിച്ചിരുന്നു മാർക്കറ്റിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് ആകില്ല ഇതെന്ന്. കാരണം മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല അവരതിൽ പറഞ്ഞിട്ടുള്ളത്. സെബി ചെയർമാനെതിരെ അവർ ആരോപണം ഉന്നയിച്ചു. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യവുമായി നിരക്കുന്നതല്ല എന്ന് സെബി ചെയർമാനും സെബിയും മറ്റ് രാഷ്ട്രീയത്തിലുമായിട്ട് ബന്ധപ്പെടാത്ത സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ പറയുകയുണ്ടായി. അതോടെ ഇവരുടെ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യം കിട്ടില്ല എന്ന് സാധാരണയുള്ള ആളുകൾ മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും മാർക്കറ്റ് അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് അവർ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത്. കാരണം ഒരു എക്കണോമിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ തകർക്കാമെന്നും ഒരുപാട് റിസർച്ച് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ അവർക്കതിൽ നിന്ന് പണമുണ്ടാക്കാൻ വേണ്ടി അവർ ഏത് രീതിയും സ്വീകരിക്കും. ഓപ്ഷൻ സെല്ലർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ഇവിടെ പകുതിയല്ല ഇവിടുത്തെ ജനത്തിന് അധികം പേർക്കും അറിഞ്ഞുകൂടാ എന്താണ് അവർ ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള ഒരാൾ എഴുതിയുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് റിസർച്ച് നടത്തിയുണ്ടാക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ള മാൽ പ്രാക്ടീസുകൾ കണ്ടുപിടിക്കാനുമാണല്ലോ, അല്ലാതെ അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഇന്ത്യയിലെ ആളുകൾ പോലും പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് സത്യമാണ്. അവരുടെ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ പൊളിഞ്ഞുപോയ കമ്പനികൾ പോലുമുണ്ട്. അത് ഇവിടെയുമല്ല, യൂറോപ്പിലും അമേരിക്കയിലുമുണ്ട്. അപ്പോൾ അവർ മോശക്കാരൊന്നുമല്ല. അവരുടെ ഉദ്ദേശമാണ് പ്രധാനം. അവരതിനെ പൊളിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ റിസർച്ച് അതിനു വേണ്ടിയാണ് അവർ റിസർച്ച് ചെയ്യുന്നത്. ഒരു കമ്പനിയെ എങ്ങനെ പൊളിച്ചെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ പൊളിക്കുന്നതിനിടയിൽ അവർക്ക് കോടിക്കണക്കിന് ഡോളറുകൾ എങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാമെന്നാണ് അവർ നോക്കുന്നത്. അതിനാണ് ഓപ്ഷൻ സെല്ലിംഗ് നടത്തുന്നത്. ഇത്തരം കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെ പക്വതയോടെ നേരിടാനുള്ള കരുത്ത് ഇന്ത്യൻ വിപണിക്ക് ഉണ്ടായി എന്നറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ റീറ്റെയിലേഴ്സും ഇവിടെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കും നിയന്ത്രിക്കാവുന്ന ഒരവസ്ഥ വന്നു എന്നറിയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. കാരണം തികച്ചും ഇതിന് പ്രായോഗികമല്ലാത്ത ഏതെങ്കിലും വിദേശത്തിരിക്കുന്ന ഏതെങ്കിലും സായിപ്പിൻ്റെ നിർമ്മിതിയിലൂടെ നമ്മളുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് തകർക്കാൻ കഴിയുക എന്നുള്ളത് എന്നും ഭയങ്കര ഖേദകരമായൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്ത്യയുടെ എക്കണോമി പരുവപ്പെട്ടു വരുന്നു അല്ലെങ്കിൽ പാകപ്പെട്ടു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അടുത്ത എക്കണോമി എന്ന് പറഞ്ഞാൽ ഗ്രോത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അതിന് ഹിൻഡൻബർഗ് സഹായിച്ചു എന്ന് നമുക്ക് കരുതിയാൽ മതി. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് പറയാൻ വന്നത് മറ്റൊരു ഷെയറിൻ്റെ കാര്യമാണ്. നല്ല റിസൾട്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു ഷെയറാണ് ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്. ഡോമിനോസ് പിസ വഴി നല്ല ബിസിനസ് അവർ കൂട്ടിയിരിക്കുന്നു. ബാക്കിയുള്ള കമ്പനികളെല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം അവരുടെ പ്രവർത്തനത്തിൽ താഴോട്ട് പോയപ്പോൾ ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ് മുന്നോട്ട് കയറിയിരിക്കുന്നു.
3% കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ. അങ്ങനെ അവരുടെ പ്രോഫിറ്റിലും വളർച്ചയുണ്ടായിരിക്കുന്നു. അവരൊരു ടേൺ അറൗണ്ട് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് അത് നല്ല രീതിയിൽ പോയ നല്ല 1200 ഒക്കെ വില വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് ഇടിഞ്ഞ് താഴോട്ട് വന്നു. വീണ്ടും അത് അതിൻ്റെ ശരിയായ വിലയിലേക്ക് പോകാൻ കുതിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊരു ഷെയറായിട്ട് എനിക്ക് തോന്നുന്നു ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്. അതുകൊണ്ട് അതിനെ ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതി കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കും ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. വളരെ പെട്ടെന്ന് അങ്ങ് ഉയർന്നു പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിനൊരു അടിസ്ഥാനമായിട്ടുണ്ട് ഇനി ഉയർച്ചയ്ക്കുള്ള എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വിലയിരുത്തിയപ്പോൾ. അതുകൊണ്ട് ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സിനെ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ താഴ്ചകളിൽ നോക്കി ഇന്നിപ്പോൾ അതൊരു 10% ഉയർന്നാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഉയർച്ചയിൽ നിങ്ങൾ വാങ്ങണമെന്നോ ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ നിങ്ങളുടെ അതനുസരിച്ച് നിങ്ങളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാൻ തയ്യാറാവുക. നിങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഒന്ന് പെടുത്തി വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. അതൊരു ഉയർന്ന നിലയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു ഷെയറാണ്. ഇത്തരം മാർക്കറ്റ് കണ്ടീഷനുകളിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്, ഡൊമിനോസ് പിസ്സയൊക്കെ വരുന്നത് അവരുടെ ഇതാണ്. ഡൊമിനോസാണ് അവരുടെ ബ്രാൻഡ്. അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് പോകും. ഓക്കെ, വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കണ്ട. താങ്ക് യു.